ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഓൺലൈൻ മീഡിയക്കാരാണെന്ന് പറഞ്ഞ് കുറെ പേരെ കൊണ്ട് നിങ്ങൾ വീഡിയോ എടുപ്പിച്ചല്ലോ. അതിലൊരു ക്ലിപ്പ് ഒരെണ്ണം പുറത്തു വന്നാ പിന്നെ നിങ്ങൾ എല്ലാവരും കോടതി വരാതെ കയറി ഇറങ്ങി നടന്ന് ജീവിതം പാഴാക്കേണ്ടി വരും. അതിന് ഏത് അറ്റം വരെ വേണമെങ്കിലും ഞാൻ പോവും. കോടതി കഴിയുമ്പോ ഞാൻ വിളിക്കാം, അപ്പൊ വന്നാ മതി. ആരാ ഈ സമയത്ത്? വേണ്ട, ഞാൻ നോക്കാം. ആരാടകത്ത്? കൊള്ളാലോ മുതല്. ദേ, മര്യാദയ്ക്ക് സംസാരിക്കണം. നിങ്ങൾക്ക് ആരാ? പോലീസിന് എന്താ ഇവിടെ കാര്യം? കാര്യം ഉണ്ടായിട്ടാണല്ലോ വന്നത്. നിങ്ങൾ എന്ത് അഹങ്കാരം കാണിക്കുന്നേ? ആദ്യം നിങ്ങൾ ഇവരോട് മൊബൈൽ ഓഫ് ചെയ്യാൻ പറ. ഇവിടെ അനാശാസം നടക്കുന്നെന്ന് പരാതി കിട്ടിയിട്ട് വന്നതാ ഞങ്ങള്. അയ്യോ, നിങ്ങൾക്ക് ആള് മാറിയതാ. ആരുമേടെ ഒരു അഡ്വക്കേറ്റാ. ഇവിടെ കോടതിയിൽ കേസിന് വന്നതാ. ഇങ്ങനെയൊക്കെ തന്നെ എല്ലാരും പറയുന്നത്. ചിലരെ പ്രധാനമന്ത്രിയാണെന്ന് വരെ പറയും സാറേ. പക്ഷേ ഇത് സൂക്കേട് വേറെയാ. നിർത്തണോ? മിണ്ടായിരിക്കണി. നീ ആരാടാ? അവളുടെ ഭർത്താവോ അതോ കൂട്ടിക്കൊടുപ്പായിരുന്നോ? ഒരു സെക്സ് റാക്കറ്റ് ഇവിടെ തമ്പടിച്ചിട്ടുണ്ടെന്ന് ഇൻഫർമേഷൻ കിട്ടിയിട്ട് വന്നതാ ഞങ്ങള്. നീ ഇവിടെ എത്ര പേർക്ക് കൊണ്ട് കൊടുത്തിട്ടുണ്ടാ? പറടാ. മര്യാദയോട് പറയരുത്. എന്നെ മര്യാദ പഠിപ്പിക്കാൻ മരുന്നോടാ. പോലീസ് ആണെങ്കിൽ അത് കയ്യിൽ വെച്ചാ മതി. ആവശ്യമില്ലാത്ത അധികാരം ഇവിടെ എടുത്താലേ താ വിവരം അറിയും. നീ എന്നെ എന്ത് ചെയ്യടി? സാറേ, സത്യമായിട്ട് ഞങ്ങള് വെണ്ടിപ്പോകരുത്. നീ തോന്നി ദിവസം കാണിച്ചിട്ടേ നിന്ന് കൊരയ്ക്കുന്നോടാ. പിടിച്ച് വണ്ടി കയറ്റോട്ടോ വേണ്ടേ? ബാക്കിയൊക്കെ സ്റ്റേഷനിൽ ചെന്നിട്ട് പറയാം. സാറേ, സാറേ, ഞങ്ങൾ പറയുന്നൊന്ന് കേക്ക്. സാർ വിചാരിക്കുന്ന പോലെ അല്ല. സാർ, സാർ, അങ്ങോട്ട് മാത്രമല്ല ഇവരെല്ലാവരും എല്ലാം പിടിച്ചോളാം. ഒന്നും വിട്ടുപോരുത്. സാറേ, സാർ വിചാരിക്കുന്ന പോലെ അല്ല സാർ. പാതിരാത്രി ഈ ഇൻഫ്ലുവൻസേഴ്സിനെയും കൊണ്ട് ഞങ്ങളുടെ മുറിയിൽ കയറി വന്ന് കാണിച്ച തോന്നിവാസത്തിനെല്ലാം നിങ്ങൾ മറുപടി പറയേണ്ടി വരും. ഒരെണ്ണത്തിന് ഞാൻ വെറുതെ വിടില്ല. ടാക്സി ഡ്രൈവറും വക്കീലും നല്ല കോമ്പിനേഷൻ. പ്രേമമാണോ അതോ ഇടപാട് മറ്റേതാണോ? മര്യാദയ്ക്ക് സംസാരിക്കണം. ചീഞ്ഞഴുകിയ സ്വന്തം മനസ്സിലിരിപ്പ് അവിടെ തന്നെ ഇരുന്നാ മതി. ഇങ്ങോട്ട് എടുക്കണ്ട, പറഞ്ഞേക്കാം. സാറേ, വക്കീലിന് നാളെ ഇവിടുത്തെ കോടതിയിൽ കേസുണ്ട്. ഞങ്ങള് അതിന്റെ ആവശ്യത്തിന് വന്നതാണെന്ന് പറഞ്ഞില്ലേ? ദൈവത്തെ ഓർത്ത് ഞങ്ങൾ ഇന്ന് പോവാൻ സമ്മതിക്കണം. സച്ചി എന്തിനെങ്ങനെ അപേക്ഷിക്കുന്നേ? നമ്മൾ ഇങ്ങനെ പിടിച്ചോണ്ട് വരാൻ ഇവർക്ക് ഒരു റൈറ്റ്സും ഇല്ല. ഹോട്ടലിൽ അനാശാസം നടക്കുന്നു ഇൻഫർമേഷൻ കിട്ടിയിട്ടാ പോലീസ് അവിടെ വന്നത്. അനാശാസിയോ? ഞാനൊരു ലീഡിംഗ് ലോയറാ. കേസുമായി ബന്ധപ്പെട്ട് എനിക്ക് പല ഹോട്ടലുകളിലും താമസിക്കേണ്ടി വരും. എന്റെ കൂടെ എന്നെ സഹായിക്കാൻ പലരും ഉണ്ടാവും. അതൊക്കെ അനാശാസിയാണെന്ന് പറയാൻ നിങ്ങൾക്ക് എന്ത് അവകാശമുള്ളത്? എന്ത് നെറുകേടും കാണിക്കാനുള്ള ലൈസൻസ് ആണ് ഈ കാക്കിയെന്ന് കരുതരുത്. നിങ്ങളുടെ തോന്നിവാസത്തിന് കളയാനുള്ളതല്ല എന്റെ സമയം.
ഇതിനൊക്കെ കോടതിയിൽ കയറ്റി നിർത്തി നിങ്ങളെ കൊണ്ട് സമാധാനം പറയിപ്പിക്കും ഞാൻ. നോക്കിക്കോ. സച്ചിവ, നിക്കവിടെ. അങ്ങനെ പോവാനല്ലല്ലോ ഹോട്ടൽ മുറി ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നത്. SP ഇടപെട്ട കേസാ. സാറ് വന്നിട്ട് പോയാ മതി. രാജ്യത്തെ നിയമങ്ങളെ കുറിച്ചൊന്നും മാഡത്തിന് വലിയ പിടിയില്ലാന്ന് തോന്നുന്നു. പ്രായപൂർത്തിയായ ഒരു ചെറുപ്പക്കാരനും ചെറുപ്പക്കാരിയും ഒരു ഹോട്ടൽ മുറിയിൽ ഒന്നിച്ച് താമസിക്കുന്നതിന് ഈ രാജ്യത്ത് നിയമപരമായ ഒരു തടസ്സവും ഇല്ല. വേണമെങ്കിൽ ഒരുമിച്ച് താമസിക്കാം, ഒരുമിച്ച് ഉറങ്ങാം, ഒരുമിച്ച് ജീവിക്കാം. അതിനുള്ള സ്വാതന്ത്ര്യം പൗരന്മാർക്കുണ്ട്. ഞങ്ങളുടെ പേരിലെടുത്ത കേസ് എന്താ അത് പറയണം. ഇതുവരെ നിങ്ങൾ ഒരു FIR പോലും രജിസ്റ്റർ ചെയ്തിട്ടില്ല. നിങ്ങളുടെ പേര് കേസെടുക്കാൻ SP പറഞ്ഞിട്ടില്ല. അത് ശരി. അപ്പോ മനഃപൂർവ്വം നാട്ടുകാരുടെ മീഡിയക്കാരുടെ മുമ്പിൽ അപമാനിക്കുകയായിരുന്നു ലക്ഷ്യം അല്ലേ? ഞങ്ങൾ ഈ ട്രാപ്പിൽ പെടുത്താൻ കളിച്ച എല്ലാവരെയും കോടതി മുറിക്കുള്ളിൽ കയറ്റി നിർത്തും ഞാൻ. ഈ തൊപ്പിയും കാക്കിയും നിങ്ങളുടെ അധികാരവും ഒക്കെ അവിടെ നിങ്ങളെ രക്ഷിക്കുമെന്ന് ഞാനൊന്ന് കാണട്ടെ. ഇവിടെ കിടന്ന് ഞങ്ങളോട് ആള് കളിച്ചിട്ട് കാര്യമില്ല വക്കീലെ. മോളിൽ നിന്നുള്ള ഉത്തരവാ. ആ ഉത്തരവ് തന്നത് മുകളിൽ നിന്നുള്ള ഏത് പൊന്നു തമ്പുരാനായാലും അഡ്വക്കേറ്റ് ആരതി വർമ്മ സ്വന്തം ഇഷ്ടപ്രകാരം പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിപ്പോയെന്ന് പറഞ്ഞേരെ. പിന്നെ ഓൺലൈൻ മീഡിയക്കാരാണെന്നും പറഞ്ഞ് കുറെ പേരെ കൊണ്ട് നിങ്ങൾ വീഡിയോ എടുപ്പിച്ചല്ലോ. അതിലൊരു ക്ലിപ്പ് ഒരെണ്ണം പുറത്തു വന്നാ പിന്നെ നിങ്ങളെ എല്ലാവരും കോടതി വരാന്ത കയറി ഇറങ്ങി നടന്ന് ജീവിതം പാഴാക്കേണ്ടി വരും. അതിന് ഏത് അറ്റം വരെ വേണമെങ്കിലും ഞാൻ പോവും. ഇനി ഞങ്ങൾ അറസ്റ്റ് ചെയ്യാൻ ധൈര്യം ഉണ്ടെങ്കിൽ വാറന്റും കൊണ്ട് ഞങ്ങളുടെ പിന്നാലെ വന്നേരെ. വാസച്ചി, ആര് പറഞ്ഞാണ് നീ എന്നെ കൊണ്ടുവന്നേ? എന്നെ വിടാം. ഞാൻ പറഞ്ഞിട്ടാ നിന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. എന്തിന്? അതിന് നിങ്ങൾ എന്റെ ആരാ? ഞാനും നിങ്ങൾ തമ്മിൽ ഒരു ബന്ധവുമില്ല. പിന്നെ കള്ളും കുടിച്ച് റോഡിൽ ഒരു ബോധമില്ലാതെ കിടന്ന് നിന്നെ എന്ത് ചെയ്യണായിരുന്നു? അവിടെ കിടന്ന് വല്ല വണ്ടിയും കയറി ചാവാൻ വിടണായിരുന്നോ? ഞാൻ എങ്ങനെ ചത്താലും നിങ്ങൾക്ക് എന്താ? അതൊന്നും നിങ്ങളെ ബാധിക്കുന്ന കാര്യമല്ല. എന്തൊക്കെയായാലും നീ എന്റെ പഴയ ഭർത്താവിന്റെ അനിയനല്ലേ? നിന്റെ ഈ അവസ്ഥ കാണുമ്പോ എനിക്ക് സഹതാപമുണ്ട്. നീ പറഞ്ഞല്ലോ ഞാൻ നിന്നെയും കുടുംബത്തെയും ചതിച്ചൂന്ന്. അതിലൊന്നും എനിക്കിപ്പോഴൊരു കുറ്റബോധമില്ല. കാരണം ഞാൻ അതെല്ലാം എന്റെ അച്ഛന് വേണ്ടി നടത്തിയ പ്രതികാരമാ. നിന്റെ അച്ഛൻ തട്ടിയെടുത്ത എന്റെ അച്ഛന്റെ സ്വത്തുക്കളെല്ലാം ഞാൻ എന്നെ കൊണ്ട് കഴിയുന്ന പോലെ തിരിച്ചു പിടിച്ചു. എന്റെ അച്ഛനെ ആരെയും ചതിച്ചിട്ടില്ല. അതൊക്കെ ഇനി കോടതി തീരുമാനിക്കട്ടെ.